ഈവൺ ഇഫ് ഒരു കണ്ടീഷൻ കാണിക്കാനാണ് ഈവൺ ഇഫ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു ഇമാജിനറി സിറ്റുവേഷൻ അതല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത കുറവുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് അൺലൈക്ലി സിറ്റുവേഷൻ, ഇത്തരം സിറ്റുവേഷൻസിൽ ഈവൺ ഇഫ് യൂസ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഡിസിഷൻ അതിന് മാറ്റമില്ല എന്ന് കാണിക്കാനാണ്. ഞാൻ ഒന്നുകൂടി പറയാം, ഈവൺ ഇഫ് ഒരു കണ്ടീഷൻ ആണ്. സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഡിസിഷനിൽ മാറ്റമില്ല എന്ന് കാണിക്കാനാണ് ഈവൺ ഇഫ് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസ് നോക്കിയേ, മഴ പെയ്താലും ഞാൻ വരും. മഴ പെയ്താലും ഞാൻ വരും. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ വരിക തന്നെ ചെയ്യും അല്ലേ? ആ റിസൾട്ടിൽ മാറ്റമില്ല. അപ്പൊ നമുക്ക് എഴുതാം ഈവൺ ഇഫ് ഇറ്റ് റെയിൻസ്, ഈവൺ ഇഫ് ഇറ്റ് ഈസ് റെയിൻസ് ഐ വിൽ കം. ഈവൺ ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ കം. മഴ പെയ്താലും ഞാൻ വരും. നീ ശ്രമിച്ചാലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കില്ല. നീ ശ്രമിച്ചാലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല. എങ്ങനെ എഴുതാം? നീ ശ്രമിച്ചാലും, ഈവൻ ഇഫ് യു ട്രൈ, ഈവൻ ഇഫ് യു ട്രൈ യു cannot solve this problem. Even if you try, you cannot solve this problem. നീ അതിന് ശ്രമിച്ചാലും അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചാലും ഈ റിസൾട്ടിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്തത് ഈവൺ ഇഫ് ആണ്. അടുത്ത സെന്റൻസ് നോക്കാം. ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് ചെയ്യും. ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് ചെയ്യും. എങ്ങനെ എഴുതാം? ഈവൺ ഇഫ് nobody helps me, nobody helps me, I will do it alone. I will do it alone. Even if nobody helps me, ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് ചെയ്യും. I'll do it. Even if nobody helps me, I'll do it alone. തിരക്കിലാണെങ്കിലും ഞാൻ നിന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. തിരക്കിലാണെങ്കിലും ഞാൻ നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും. എങ്ങനെയാണ്? ഞാൻ തിരക്കിലാണെങ്കിലും എന്നല്ലേ? ഈവൻ ഇഫ് ഐ ആം ബിസി, ഈവൻ ഇഫ് ഐ ആം ബിസി I'll call you. I'll call you. Even if I'm busy, I'll call you. ഞാൻ പരാജയപ്പെട്ടാലും, ഞാൻ തോറ്റുപോയാലും വീണ്ടും ശ്രമിക്കും. ഞാൻ പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കും. എങ്ങനെ എഴുതാം? Even if I fail, even if I fail, I'll try again. I'll try again. Even if I fail, I'll try again. ഞാൻ പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കും. അവൾ എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകും. അവൾ എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകും. Even if she doesn't invite me, even if she doesn't invite me, അവൾ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ പോകും അല്ലേ? I will go. Even if she doesn't invite me, I'll go. അവൾ എന്നെ വിളിച്ചില്ലെങ്കിലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകും. Even if she doesn't invite me, I'll go. അവൻ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും. അവൻ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും. എങ്ങനെ എഴുതാം? Even if he doesn't ask, I will tell him. ഞാൻ അവനോട് പറയും എന്നുള്ള അർത്ഥത്തിൽ. Even if he doesn't ask, I'll tell him. അവനത് ചോദിച്ചില്ലെങ്കിലും ഞാനത് അവനോട് പറയും. Even if he doesn't ask, I'll tell him. നമ്മളിപ്പോൾ even if വെച്ചിട്ട് കുറേ സെന്റൻസസ് ആണ് നോക്കിയത് അല്ലേ? ഈ സെന്റൻസസ് എഴുതുമ്പോൾ even ifന് ശേഷം നമ്മൾ സബ്ജക്റ്റ്, ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് എഴുതിയത്. അതിന് ശേഷം വെർബും പിന്നെ
മെയിൻ ക്ലോസും ആണ്. ഈവൺ ഇഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മെയിൻ ക്ലോസിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഈവൺ ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷൻ ക്ലോസും റിസൾട്ട് എന്ന് പറയുന്നത് മെയിൻ ക്ലോസുമാണ്. ഈവൺ ഇഫ് ഇറ്റ് റെയിൻസ് ഐൽ കം. ഈവൺ ഇഫ് ഇറ്റ് റെയിൻസ് ഐൽ കം. അതില് ഈവൺ ഇഫ് ഇറ്റ് റെയിൻസ് മഴ പെയ്താലും എന്ന് പറയുന്നതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഐൽ കം എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ ക്ലോസ് ആണ്. എല്ലാ സെന്റൻസും ഈവൺ ഇഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് മെയിൻ ക്ലോസിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു യൂസേജ് ആണ് ഈവൺ ഇഫ്. കണ്ടീഷൻസ് പറയാനാണ് ഈവൺ ഇഫ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.